മെയിനായിട്ട് പ്ലാൻ ചെയ്യുക. ലാസ്റ്റ് 1 month ആണ് ഏറ്റവും ക്രൂഷ്യൽ. ആ ലാസ്റ്റ് 1 monthൽ തന്നെ ആ 30 days നിങ്ങൾ മുന്നേ പ്ലാൻ ചെയ്യുക. ആ ഒരു 10 daysന് വേണ്ടിയാണ് നമ്മൾ പഠിക്കേണ്ടത് ശരിക്കും പറഞ്ഞു. കാരണം ആ 10 days നല്ലോണം റിവൈസ് ചെയ്ത് നമുക്കൊരു കോൺഫിഡൻസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ബേൺ ഔട്ട് ആക്കല്, എന്തെങ്കിലും ഒരു ഇത് വരുമ്പോഴത്തേക്കും പുറത്ത് പോവുക, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനോട് പോവുക, ബൈക്ക് ഓടിക്കുക, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കൊരു പീസ് ഓഫ് മൈൻഡും കാംനെസ് ഒക്കെ പോകാൻ പറ്റൂ. എൻ്റെ പേര് രോഹിത് എന്നാണ്. കോളേജ് മലബാർ മെഡിക്കൽ കോളേജിലായിരുന്നു. 2018 ബാച്ച്. റാങ്ക് 1559. ഞാൻ കുറച്ച് ഇങ്ങനെ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ആളാണ്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ഓട്ടോ മെൻറ്റർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതുണ്ടായി. അപ്പോൾ അതിലൊന്ന് കയറിയിട്ട് ഒന്ന് എനർജി ബൂസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഇരിക്കും ഒരു 9 to 11. പിന്നെ അതിൻ്റെ ഇങ്ങനെ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പഠിക്കുന്നത്. ആദ്യമൊക്കെ അത്രയ്ക്കും ഹെക്ടിക് ആയിരുന്നില്ല. പിന്നെ എക്സാമിൻ്റെ അടുത്ത് പോകുന്നതോറും നമ്മൾ എന്തായാലും കുറച്ച് വർക്ക് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ വർക്ക് ചെയ്തു, അങ്ങനെ കിട്ടി. UG ടൈമിൽ എനിക്ക് പാടായിരുന്നു മെഡിസിൻ. അപ്പം പിന്നെ നമ്മുടെ തമീം സാർ നല്ല സാറാണ്. പുള്ളിയുടെ നോട്ടും വീഡിയോസ് എല്ലാം ഞാൻ കണ്ട് എല്ലാം അടിപൊളിയാക്കി. നോട്ട് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ഞാൻ ഓഗസ്റ്റിലെ ഇതിലാണ് ചേർന്നത്, ജാനുവരിയിൽ കഴിഞ്ഞു. അപ്പോൾ സാറ്റലൈറ്റ് ക്ലാസ്സസ് എല്ലാം നല്ല അടിപൊളി ക്ലാസ്സസ് ആയിരുന്നു. കോച്ചിങ്ങിൽ വെച്ചിട്ട് ബാട്ടിയാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. അതനുസരിച്ചിട്ട് ഞാൻ കയറിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല ടോപ്പ് ക്ലാസ് ഫാക്കൽറ്റീസ് ആണ്. ബാട്ടിയ കാലിക്കറ്റ് ആയാലും നല്ല മെന്റർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അവരെ നോട്ട് തന്നെയാണ് അവരെ മെയിൻ. ഞാൻ റേഡിയോ ഡയഗ്നോസിസ് ആണ് എടുക്കാൻ നോക്കുന്നത്.